19 ദണ്ഡകാരണ്യം. ഭരതൻ ഇപ്രകാരം രാമനെപ്പറ്റിയുള്ള നിരന്തരധ്യാനത്തിൽ ദിവസം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ വളരെ അകലേക്കാട്ടിൽ ചിത്രകൂടശിലമേൽ സീതയും രാമനും ലക്ഷ്മണനും ഭരതന്റെ ഭക്തിയെയും അർപ്പണബോധത്തെയും പുകഴ്ത്തുകയായിരുന്നു. സമാധാനപൂർണവും ശാന്തവുമായ ആ അരണ്യജീവിതത്തിൽ അവർ അതീവ സന്തുഷ്ടരായി കഴിഞ്ഞു. ഒരു ദിവസം ജയന്തൻ എന്നൊരു വിഡ്ഢിരാമന്റെ ശക്തി അളക്കാൻ ശ്രമിക്കുകയുണ്ടായി. സമുദ്രത്തിന്റെ അഗാധത കണ്ടുപിടിക്കാൻ ഉറുമ്പ് ചെയ്യുന്ന ശ്രമത്തെപ്പോലെ ആത്മഹത്യാപരവും അപഹാസ്യവുമായിരുന്നു ആ സാഹസകർമ്മം. ദ്രോഹചിന്തയിൽ പ്രേരിതനായി ജയന്തൻ കാക്കയുടെ രൂപം കൈക്കൊണ്ട് സീതയെ സമീപിച്ചു. തങ്ങളുടെ മുമ്പിൽ തുറന്നുകിടക്കുന്ന വനഭംഗിയിൽ അപ്പഹൃത ചിത്തവൃത്തയായി രാമസമീപമിരിക്കുകയായിരുന്നു സീത. ആ കള്ളക്കാക്ക കൂർത്ത കൊക്കുകൊണ്ട് സീതയുടെ പരിമൃദുവായ പാദത്തിന്റെ മടമ്പിൽ കുത്തി. പാദത്തിൽ മുറിവേറ്റു. രക്തം ധാരധാരയായി ഒഴുകി. അതുകണ്ട രാമൻ ഒരു ഉണക്കപ്പുല്ലിന്റെ ഇലനള്ളിയെടുത്ത് മന്ത്രപൂർവ്വം കാക്കയുടെ നേർക്കെറിഞ്ഞു. ഉപദ്രവം ചെയ്യാത്ത ആരെയും രാമൻ ദ്രോഹിക്കാറില്ല. നിരപരാധികളെ രാമൻ ഒരിക്കലും വിഷമിപ്പിക്കില്ല. രാമൻ എറിഞ്ഞ ആ തൃണദളം വൻ അഗ്നിജാലയായി രൂപം പൂണ്ട് ജയന്തന്റെ നേർക്കു പാഞ്ഞു. അവൻ ഭയന്നോടി. ആയുധം അവനെ പിന്തുടർന്നു. എവിടെയെല്ലാം അസ്ത്രം പാഞ്ഞു ചെന്നു. നിസ്സഹായനും ഭീതനുമായ ആ കാക പൂർവ്വരൂപം പ്രാപിച്ചു. ജയന്തൻ രാമപാദങ്ങളിൽ വീണ് അഭയത്തിനപേക്ഷിച്ചു. അപരാധി തന്റെ പുത്രനാണെന്നറിഞ്ഞ ഇന്ദ്രൻ അവന്റെ നമസ്കാരം ചെയ്ത് കാരുണ്യത്തിനായി പേരിൽ പശ്ചാത്താപിച്ചു. ഞാനൊരു മന്ദനാണ്. എന്റെ പ്രവൃത്തിയുടെ നീചത്വം ഞാൻ മനസ്സിലാക്കിയില്ല. അവിടുത്തെ ക്രോധത്തിൽ നിന്ന്, ഈ അഗ്നിയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ആശ്രയം തേടിയവനു നേരെ രാമൻ ദയതോന്നി. അവിടുന്ന് അവന്റെ ഒരു കണ്ണ് നിഷ്ഫലമാക്കി അവന്റെ ജീവനെ രക്ഷിച്ചു. അങ്ങനെ ജയന്തൻ താൻ ഒറ്റക്കണ്ണനായി. അഗ്നിബാണമായി രൂപം മാറിയിരുന്ന ആ തുമ്പിലം വിട്ട് പൂർവ്വരൂപം കൈക്കൊണ്ടു. താൻ ചെയ്ത നീചമായ കർമ്മത്തിന് ഒരടയാള ശിക്ഷ മാത്രം നൽകിത്തന്നെ വിമുക്തനാക്കിയതുമൂലം ജയന്തൻ കൃതജ്ഞതാഭരിതനായി. സീതയും രാമനും ലക്ഷ്മണനും നിവസിച്ചിരുന്ന ആ ചിത്രകൂടശിവരത്തിൽ അവൻ വളരെക്കാലം താമസിച്ചു. ഒരു ദിവസം മാർഗശീർഷമാസത്തിലെ ശുക്ലപക്ഷത്തിൽ 10-ാം ദിവസം ചിത്രകൂടത്തിലെ വാസം അവസാനിപ്പിക്കാനും ദക്ഷിണദിശയിലേക്ക് പോകാനും രാമൻ ജയന്തനോട് ആജ്ഞാപിച്ചു. സീതയും രാമനും ലക്ഷ്മണനും ചിത്രകൂടം വിട്ട് അത്രിമഹർഷിയുടെ ആശ്രമത്തിലെത്തി. രാമന്റെ ആശ്രമ സന്ദർശനത്തിനുള്ള ആഗ്രഹം ശിഷ്യന്മാരിൽ നിന്നും മഹർഷി നേരത്തെ മനസ്സിലാക്കിയിരുന്നു. രാമൻ വരുന്നതറിഞ്ഞ് മഹർഷി ആശ്രമത്തിൽ നിന്നുമിറങ്ങി കുറേ ദൂരം കാട്ടുവഴിയിൽ കൂടി നടന്നു. രാമലക്ഷ്മണന്മാരെയും സീതയെയും സ്വാഗതം ചെയ്യാൻ ചെന്നു. രാമദർശാനുഗ്രഹത്തിൽ അത്രി ആനന്ദത്താൽ മതിമറന്ന് ഹർഷോന്മാദത്തിൽ സന്തോഷബാഷ്പം പൊഴിച്ചു. ആ ദിവ്യസന്ദർശനം തന്റെ ജീവിതത്തിന്റെ പരമോത്കൃഷ്ടമായ ലക്ഷ്യം സഫലീകരിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. എന്റെ തപസ് സഫലമായിരിക്കുന്നു, അദ്ദേഹം പറഞ്ഞു. അന്ന് വൈകുന്നേരം അത്രിമഹർഷി ശിഷ്യന്മാരെയെല്ലാം വിളിച്ചുകൂട്ടി സദസ്സിന്റെ അഗ്രിമസ്ഥാനത്ത് രാമനുവേണ്ടി ഒരുകർന്ന ഇരിപ്പിടമിട്ടു. മഹർഷിപത്നിയായ അനസൂയ ഇതിനിടയിൽ സീതയുടെ ആവശ്യങ്ങളെല്ലാം നിവർത്തിച്ച് അവരെയും ആ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അനന്തരം അത്രി അവിടെ സന്നിഹിതരായവരോട് ആ അവസരത്തിന്റെ പവിത്രതയും രാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും ശക്തികളെയും അവർ 3 പേരും ഏത് ദിവ്യശക്തികളുടെ അവതാരമാണെന്നും വിവരിച്ചു. അനസൂയ സീതയുടെ സദ്ഗുണങ്ങളെ പ്രകീർത്തിച്ചു. സ്ത്രീകളുടെ ധർമ്മങ്ങളെയും അവർ എപ്പോഴും ഉയർത്തിപ്പിടിക്കേണ്ട ആദർശങ്ങളെയും സംബന്ധിച്ച് സീതയ്ക്ക് പുണ്യോപദേശങ്ങൾ നൽകി. എല്ലാ വ്യക്തികളിലും ജീവികളിലും ജന്തുക്കളിലും സ്ത്രീത്വം ഘടനയിൽ അന്തർലീനമായിട്ടുണ്ടെന്ന വസ്തുത സീത വെളിപ്പെടുത്തി. വിശാലതത്തിൽ പുരുഷന്റെയും സ്ത്രീയുടെയും ഭാഗം പ്രത്യേകമായി അഭിനയിക്കപ്പെടുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായി എല്ലാവരും സ്ത്രീത്വ സ്വഭാവമുള്ളവരാണെന്നും അവരുടെ ശക്തി, വികാരങ്ങൾ, ഭാവങ്ങൾ എന്നിവയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഇതു തെളിയുമെന്നും അവർ പറഞ്ഞു. തന്റെ നാഥനായ രാമനാണ് പ്രപഞ്ചത്തിലെ ഒരേയൊരു പുരുഷന്റെ അവതാരമെന്ന് സീത പറയുകയുണ്ടായി. രാമനിൽ എന്റേത്, നിന്റേത്, ദുഃഖം, സുഖം തുടങ്ങിയ ദ്വന്ദ്വങ്ങളുടെ അടയാളമേയില്ല. നിർഭയത്വത്തിന്റെയും ശക്തിയുടെയും മൂർത്തിമദ്ഭാവമാണ് രാമൻ. പുരുഷൻ അല്ലെങ്കിൽ അനശ്വര പുരുഷത്വം പ്രകൃതി അല്ലെങ്കിൽ അനശ്വര സ്ത്രീത്വത്തെ പരിണയിച്ചിരിക്കുന്നു. പ്രകൃതിയെ അനേകവിധമായും ബഹുവർണ്ണമായും കാണുന്നുണ്ടെങ്കിലും അത് വ്യത്യസ്തരഹിതമായ ഏകതമാണ്. ഇപ്രകാരം അത്രിമഹർഷിയുടെ പത്നിയായ അനസൂയയ്ക്ക് സീതരാമതത്വത്തിന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തിക്കൊടുത്തു. അത്രിമഹർഷിയുടെ ആശ്രമത്തിൽ രാമനും സീതയും ലക്ഷ്മണനും വളരെ സന്തോഷകരമായി സമയം ചെലവഴിച്ചു. ജീവിതചര്യയിലെ പല പ്രശ്നങ്ങളെ സംബന്ധിച്ചും നല്ല ഉപദേശങ്ങൾ അവർ ആശ്രമനിവാസികൾക്കും ശിഷ്യന്മാർക്കും നൽകി. അനന്തരം മഹർഷിയോട് യാത്രാനുമതി വാങ്ങി വീണ്ടും വനത്തിലൂടെയുള്ള യാത്ര തുടർന്നു. അവർ പോയപ്പോൾ ആശ്രമവാസികൾ വിരഹദുഃഖം കൊണ്ട് കണ്ണീർ പൊഴിച്ചു. രാമന്റെ അനന്തരമുള്ള വനജീവിതഘട്ടങ്ങളിൽ അദ്ദേഹത്തെ അനുഗമിക്കാനുള്ള ആഗ്രഹം അവർക്ക് സ്വയം നിയന്ത്രിക്കേണ്ടിവന്നു. കാരണം
അവരുടെ ആശ്രമവ്രതചര്യ. അവർക്ക് നിസ്സഹായസ്ഥിതിയിൽ നോക്കിനിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ഭക്ഷണാർത്ഥികളായി അലഞ്ഞു നടക്കുന്ന ക്രൂരമൃഗങ്ങളുടെ ഗർജനം വനമാകെ മാറ്റൊലിക്കൊണ്ടു. വിവിധ വർണ്ണങ്ങളിലുള്ള തൂവൽ കൊണ്ട് മനോഹരമായ പക്ഷികൾ വൃക്ഷങ്ങളിൽ നിന്ന് കർണാനന്ദകരമായി പാടി. ഓരോ പക്ഷിക്കും പ്രത്യേക ഭംഗിയും പ്രത്യേക ഗാനരാഗവും ഉണ്ടായിരുന്നു. അവരുടെ ശബ്ദം കാതുകൾക്കിമ്പം കൊടുത്തിരുന്നു. വിചിത്രങ്ങളായ അനുഭവങ്ങളുടെ ഒരു പുതിയ ലോകത്തിൽ കടന്നു ചെന്നതുപോലെ അവർക്ക് തോന്നി. സുന്ദരവുമായ ഭംഗിയുള്ള ഈ പ്രദേശത്തുകൂടി കടന്നുപോയപ്പോൾ സംഭ്രമജനകവും പെട്ടെന്ന് അവരുടെ ദൃഷ്ടികൾ അത്യന്തം ഭംഗിയുള്ള ഒരാശ്രമത്തിന്മേൽ പതിച്ചു. ആശ്രമത്തിന്റെ മധ്യത്തിൽ വിചിത്രമായൊരു ക്ഷേത്രവുമുണ്ടായിരുന്നു. ലക്ഷ്മണൻ സഞ്ചാരയോഗ്യമായ വഴി വെട്ടിത്തെളിച്ചു. കാട്ടുചെടികൾ മാറ്റി വഴിയാത്രക്കാർക്ക് ഭീഷണിയായി തലയുയർത്തി നിന്നിരുന്ന മുള്ളുവള്ളികൾ വെട്ടിക്കളഞ്ഞു. അദ്ദേഹമൊരുക്കിയ ആ വഴിയിലൂടെ രാമനും സീതയ്ക്കും സുരക്ഷിതമായി നടന്നുപോകാൻ കഴിഞ്ഞു. അവർ ആശ്രമപരിസരത്തെത്തിയപ്പോൾ മുമ്പിൽ മനോഹരമായൊരു പൂന്തോട്ടം. വളരെ സൂക്ഷ്മതയോടെ വളർത്തപ്പെട്ട ഫലവൃക്ഷങ്ങളും പൂമരങ്ങളും സ്വന്തം സൗന്ദര്യത്തിന്റെ മകുടങ്ങളായി നിലത്തുനിന്നുയർന്നു നിന്നു. പഴുത്ത ഫലങ്ങളെക്കൊണ്ട് കനം തൂങ്ങി നമ്രങ്ങളായിരുന്നു. സീതയ്ക്ക് അളവറ്റ സന്തോഷമുണ്ടായി. അവർ എല്ലാ തളർച്ചയും മറന്നു. എത്തിച്ചേർന്ന സ്ഥലത്തെ സ്വർഗീയമായ ശാന്തിയിലും ആനന്ദത്തിലും സീത ലയിച്ചു കഴിഞ്ഞിരുന്നു. തന്റെ ചുറ്റുമുള്ള പ്രകൃതിയുടെ പുളകം കൊള്ളിക്കുന്ന വൈചിത്ര്യങ്ങൾക്കിടയിൽ സീതരാമന്റെ പിന്നിൽ നടന്നു. അവരുടെ ആഗമനം കണ്ട ചില ആശ്രമവാസികൾ ക്ഷണം ഗുരുവിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് വിവരമറിയിച്ചു. രാമനെയും സീതയെയും ലക്ഷ്മണനെയും സ്വാഗതം ചെയ്യാനായി അദ്ദേഹം പ്രധാന കവാടത്തിലേക്ക് തിരക്കിട്ടുവന്നു. അദ്ദേഹത്തിന്റെ നേത്രങ്ങളിൽ നിന്ന് ആനന്ദബാഷ്പം പ്രവഹിച്ചിരുന്നു. സമുചിതമായ വിധം സ്വീകരിച്ച് അവരെ അകത്തേക്ക് ക്ഷണിച്ചിരുത്തി. നവോന്മേഷജനകമായ ശീതളപാനീയങ്ങൾ നൽകപ്പെട്ടു. സ്വാദുള്ള ഫലമൂലങ്ങൾ മുമ്പിൽ വെച്ചു. അതിഥേയരുടെ ശ്രദ്ധയും പരിഗണനയും സീതാരാമന്മാരെ അത്യന്തം സന്തോഷിപ്പിച്ചു. അവർ ഭക്ഷണം കഴിച്ചു. വൈകുന്നേരം അവർ സ്നാനം ചെയ്തു. സന്ധ്യാകർമ്മങ്ങളെല്ലാം നിർവഹിച്ചു. സ്വഭാവമഹിമയെയും ആദർശപരമായ സമ്പ്രദായങ്ങളെപ്പറ്റി രാമൻ ആശ്രമവാസികളോട് സംസാരിച്ചു. ശാസ്ത്രങ്ങളിലെ കുഴയ്ക്കുന്ന സംശയങ്ങളെ സംബന്ധിച്ചും അവർക്ക് മനസ്സിലാവാത്ത ഭാഗങ്ങളെ സംബന്ധിച്ചും ചോദ്യങ്ങൾ ചോദിക്കാൻ അനുമതി നൽകി. ആശ്രമവാസികൾ ഈ അവസരം ഉത്സാഹപൂർവ്വം സ്വാഗതം ചെയ്തു. അവരുടെ സംശയങ്ങൾക്ക് രാമൻ വ്യക്തവും ബോധ്യപ്പെടുത്തുന്ന രീതിയിലുമുള്ള വ്യാഖ്യാനങ്ങൾ നൽകി. അവ ലളിതവും തൃപ്തികരവുമായ ഭാഷയിലുമായിരുന്നു. ആശ്രമവാസികൾ സംശയരഹിതമായ രീതിയിൽ ഭൂമിയിൽ നിന്നും സ്വർഗ്ഗസുഖം അനുഭവിച്ചു. ഈശ്വരനോടൊപ്പമുള്ള ആനന്ദമാണ് രാമന്റെ സാന്നിധ്യം കൊണ്ട് ആശ്രമവാസികൾ അനുഭവിച്ചതെന്ന് അവർ അന്യോന്യം പറഞ്ഞു. പ്രഭാതമായപ്പോൾ രാമനും സീതയും ലക്ഷ്മണനും കുളിച്ച് പ്രഭാതകർമ്മങ്ങളെല്ലാം ചെയ്തു. ആശ്രമനിവാസികളുടെ ശോകാകുലമായ അഭ്യർത്ഥനകളുണ്ടായിട്ടും തന്റെ തീരുമാനങ്ങളിലും ആചരണങ്ങളിലും ആരും തടസ്സമാവരുതെന്ന് മറുപടി നൽകിക്കൊണ്ട് അവർ യാത്ര തുടർന്നു. അവർ കൊടുംകാട്ടിലെത്തി. പെട്ടെന്നൊരു രാക്ഷസരൂപം കണ്ടു. ഭയങ്കരനായ വിരാധൻ എന്ന രാക്ഷസൻ. പെട്ടെന്ന് അവൻ അവിടെയെത്തി ഭീഷണിപ്പെടുത്തുന്ന വിധം അവരുടെ നേരെ ഓടിച്ചെന്നു. ഈ അവസ്ഥ കണ്ട് സീത ഭയപ്പെട്ടു. പക്ഷെ ഉടനെ അവർ ധൈര്യം സമാഹരിച്ചു. രാമനാകുന്ന സിംഹം തന്നെ രക്ഷിക്കാനുള്ളപ്പോൾ ഈ മുതനായ ശൃഗാലനെ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ലെന്ന് സീതയ്ക്ക് തോന്നി. അത് എത്രയും രൂക്ഷമായി ഗർജിക്കട്ടെ. അവർ സ്വയം സമാശ്വസിച്ചു. സീതരാമന്റെ പിന്നിൽ നിന്നുകൊണ്ട് സംഭവവികാസങ്ങൾ വീക്ഷിച്ചു. ആ ഘട്ടത്തിൽ ലക്ഷ്മണൻ ആ രാക്ഷസന്റെ നേരെ അമ്പയച്ചു. അതിനു പിന്നാലെ അനേകം അസ്ത്രങ്ങൾ വർഷിക്കപ്പെട്ടു. അസ്ത്രങ്ങളാൽ മുറിവേൽപ്പിക്കപ്പെട്ട വിരാധൻ ഉഗ്രരൂപമായി മാറി. മൃത്യുവിന്റെയും നാശത്തിന്റെയും മൂർത്തിമദ്ഭാവം പോലെ ലക്ഷ്മണന്റെ മേൽ ചാടി വീണു. യുദ്ധത്തിൽ സഹോദരൻ ക്ഷീണിതനാണെന്ന് കണ്ട രാമൻ തനിചന്ദ്രിക പോലെയുള്ള ഒരു ബാണം ശക്തമായ തന്റെ വില്ലിൽ നിന്നും തൊടുത്തു. ആ ബാണം രാക്ഷസന്റെ അതിശക്തമായ ത്രിശൂലത്തെ ഛിന്നഭിന്നമാക്കി. താമസിയാതെ വിരാധന്റെ ശിരസ്സും ഛേദിക്കപ്പെട്ടു. ഉത്തരക്ഷണത്തിൽ നിലംപതിച്ച രാക്ഷസജടത്തിൽ നിന്നും അതിശോഭയുള്ള ഒരു സ്വർഗീയ രൂപം ഉയർന്നു. ഒരു ശാപത്തിന്റെ ഫലമായിരുന്നു വിരാധന്റെ രാക്ഷസജന്മം. അദ്ദേഹത്തിന്റെ സ്വാമിയായ കുബേരനിൽ നിന്നാണ് ഈ ശാപമുണ്ടായത്. കുബേരന്റെ സേവകന്മാരായ ഗന്ധർവന്മാരിലൊരാളായിരുന്നു ഇദ്ദേഹം. കുബേരൻ പിന്നീട് സേവകനിൽ ദയതോന്നി ശാപമോക്ഷം നൽകി. രാമബാണത്താൽ മരണമടഞ്ഞാലുടൻ തന്നെ രാക്ഷസത്വം അവസാനിക്കുമെന്നും തന്റെ സന്നിധിയിലേക്ക് ഗന്ധർവനായി വീണ്ടും തിരിച്ചുവരാമെന്നും കുബേരൻ പറഞ്ഞു. അതിൻഫലമായി പൂർവരൂപം കൈവന്ന ഗന്ധർവൻ തന്റെ രക്ഷകന്റെ പാദങ്ങളിൽ പ്രണമിച്ച് ധാരാളം സ്തുതിച്ച ശേഷം രാമന്റെ അനുജ്ഞയോടുകൂടി തന്റെ സ്ഥിരമായ സ്ഥാനത്തേക്ക് ഗമിച്ചു. രാക്ഷസന്റെ ജഡം രാമൻ സംസ്കരിച്ചു. തൽസംബന്ധമായ ക്രിയകളും അനുഷ്ഠിക്കുകയുണ്ടായി. രാമന്റെ കരുണാർദ്രത കണ്ട് ആകെ ശബ്ദകോലാഹലങ്ങളിൽ നിന്നും ദേവന്മാർ ആനന്ദാശ്രു പൊഴിച്ചതോ എന്നുവണ്ണം പെട്ടെന്നൊരു മഴയുണ്ടായി. പിന്നീട് രാമൻ മറ്റുള്ളവരോടൊപ്പം ശരഭംഗ മഹർഷിയുടെ ആശ്രമത്തിൽ പ്രവേശിച്ചു. അദ്ദേഹം ആശ്രമത്തിലെത്തിയ അവസരത്തിൽ തപസ്സുകളും സന്യാസിമാരും
രാക്ഷസരാജാവായ രാവണന്റെ കടന്നാക്രമണങ്ങൾ കാരണമുണ്ടായ ആപത്തുകളെ സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു. അവരുടെ സംഭാഷണമധ്യേ രാമനും സീതയും ലക്ഷ്മണനും പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർക്കാ സന്ദർശനത്തിന്റെ അർത്ഥം ബോധ്യപ്പെടുകയും അടുത്തുതന്നെ അവരുടെ ഭയങ്ങൾക്കൊരു അന്ത്യമുണ്ടാവുമെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. രാമന്റെ ദിവ്യകോമളമായ രൂപം കണ്ടപ്പോൾ ശരഭംഗ മഹർഷിക്ക് തന്റെ നേത്രങ്ങളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതൊരു സ്വപ്നമോ മായയോ ധ്യാനം മൂലമുണ്ടായ മതിഭ്രമത്തിന്റെ അസാധാരണമായ അനുഭവമോ എന്ന് അദ്ദേഹം സംശയിച്ചു. പക്ഷേ ഉടനെ അദ്ദേഹം തന്റെ ഭാഗ്യത്തിന്റെ അകൃത്രിമത്വം മനസ്സിലാക്കി. താൻ ചിരകാലമായി ആഗ്രഹിച്ചിരുന്ന ലക്ഷ്യം നേടിക്കഴിഞ്ഞതിലുള്ള ഹർഷോന്മാദത്താൽ അദ്ദേഹം ആകുലനായി. ഒടുവിൽ തന്റെ തപസ് സഫലമായതായി അദ്ദേഹം അറിഞ്ഞു. മഹർഷി അവർക്ക് വമ്പിച്ച ആതിഥ്യം നൽകി. ശരഭംഗൻ ഹൃദയപൂർവ്വം പൂർണ്ണ സംതൃപ്തിയുണ്ടാവുന്നതുവരെ രാമനെ പുകഴ്ത്തി. രാമ, അവിടുന്ന് സ്വർഗീയ ഹംസമാണ്. ഹാ, ഇന്ന് ഞാൻ ജീവിതലക്ഷ്യം നേടി. അദ്ദേഹം തുടർന്നു. രാമ, പറയത്തക്ക യാതൊരു ആധ്യാത്മികമായ അനുശാസനങ്ങളും എനിക്കറിഞ്ഞുകൂടാ. ഒരൊറ്റ മാർഗ്ഗത്തിൽ കൂടിയാണ് എനിക്കവിടുത്തെ ലഭിച്ചത്, പ്രേമമാർഗ്ഗത്തിൽ കൂടി. എന്റെ കണ്ണുകൾ അവിടുത്തെ കണ്ടിരിക്കുന്നു. ഇനി മറ്റൊന്നും നോക്കിക്കാണേണ്ട ആവശ്യം എനിക്കില്ല. അന്ന് അങ്ങൊരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, മഹർഷിമാരുടെ ആഗ്രഹങ്ങളെ സഫലീകരിക്കുമെന്ന്. ശരി, ഇപ്പോൾ അവിടുന്ന് അതിനനുസരിച്ച് പ്രവർത്തിക്കണം. എന്റെ ആഗ്രഹം കേൾക്കൂ. ഈ ശരീരത്തിൽ നിന്ന് അവസാന ശ്വാസം പോകുന്നതുവരെ ഏറ്റവും സുന്ദരമായ രൂപത്തിൽ എന്റെ മുമ്പാകെ നിൽക്കണേ. എന്റെ മിഴികൾ ഈ സുന്ദരരൂപത്തിൽ ഉറപ്പിച്ചിരിക്കുമ്പോഴേക്കും ഈ ശരീരം ത്യജിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മഹർഷി അഭ്യർത്ഥിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ ചിത തയ്യാറാക്കപ്പെട്ടു. അദ്ദേഹം അതിൽ കയറി. രാമനെ കണ്ടതുകൊണ്ടുള്ള ഹർഷോന്മാദത്താൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന കണ്ണുകളുമായി മറ്റു വിഷയങ്ങളിൽ യാതൊരു ശരഭംഗൻ ചിതയുടെ ഉപരിതലത്തിൽ താൽപ്പര്യവുമില്ലാതെ ഇരുന്നു. ചിതയ്ക്ക് തീ കൊളുത്തപ്പെട്ടു. മഹർഷിയുടെ കൺപോളകൾ ഇളകിയില്ല. നോട്ടം പതറിയില്ല. ഹൃദയത്തിൽ മുദ്രിതമായ രാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും രൂപങ്ങളുമായി ശരഭംഗൻ തന്റെ ശരീരം ഒരുപിടിച്ചാരമാക്കി. അവസാന നിമിഷം വരെ താൻ ആരാധിച്ചിരുന്ന രാമന്റെ ശ്യാമരൂപം മഹർഷിയുടെ നീലവും ശാന്തവുമായ ഹൃദയത്തിരകളിൽ പ്രതിബിംബിച്ചു. അദ്ദേഹത്തിന്റെ ആത്മാവ് തന്റെ മുന്നിലുണ്ടായിരുന്ന പരമാത്മാവിൽ ലയിച്ചു. തങ്ങളുടെ ഗുരുവിന്റെയും സ്വാമിയുടെയും ചരമത്തിൽ ആശ്രമവാസികൾ ദുഃഖിതരായിരുന്നെങ്കിലും അദ്ദേഹത്തിന് സുദുർലഭമായ അനുഗ്രഹം ലഭിക്കുന്നതിനുള്ള അതുല്യമായ ഭാഗ്യമുണ്ടായിരുന്നുവെന്ന് വേഗം മനസ്സിലാക്കി. ഈശ്വരൻ മാനവരൂപത്തിൽ വന്ന് തന്റെ മഹത്വത്തിലും പ്രഭാവത്തിലും ലയിക്കാനുള്ള അനുഗ്രഹം അദ്ദേഹത്തിന് നൽകുകയായിരുന്നു. ആ അനുഗ്രഹത്തിൽ തങ്ങൾക്കും ഭാഗഭാക്കുകളാണെന്ന് അവർക്കും തോന്നി. അവർ രാമനെ ആരാധിച്ചു. വിവിധ രീതികളിൽ സ്തുതിക്കുകയും ചെയ്തു. അവർ ഉച്ചത്തിൽ പറഞ്ഞു, സ്വാഗതം, വിജയം, വിജയം. സ്വാമിയുടെ ചിതാഭസ്മം അല്പമെടുത്ത് അവർ ആദരപൂർവമായ കൃതജ്ഞതയോടുകൂടി അവരുടെ ഫാലത്തിൽ പൂശി. ശരഭംഗന്റെ ആത്മഹുതിയെ സംബന്ധിച്ച് വാർത്ത കേട്ട് അന്യാശ്രമങ്ങളിലെ നിവാസികൾ ആശ്രമത്തിലെത്തി. അവർ രാമപാദങ്ങളിൽ നമസ്കരിച്ചു. രാമനെയും അവിടുത്തെ കരുണാർദ്രമായ പ്രവർത്തനങ്ങളെയും പുകഴ്ത്തി. അവർ പറഞ്ഞു, പ്രഭോ, ശരഭംഗൻ എത്ര ഭാഗ്യവാനാണ്. ഈ പ്രദേശത്തിലെ രാക്ഷസവർഗത്തിൽപ്പെട്ട പിശാചുക്കളുടെ അത്യാർത്തികൂടിയ ക്രൂരതയ്ക്ക് അനേകം മഹർഷിമാർ ഇരയായിട്ടുണ്ട്. പക്ഷേ ശരഭംഗൻ പ്രഭുവിനായിത്തന്നെ സമർപ്പിച്ചു. പ്രഭോ, ഈ ദുരാഗ്രഹികളായ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചാലും. ഈ രാക്ഷസീയമായ ആക്രമണങ്ങളൊന്നും കൂടാതെ ഞങ്ങൾ ആധ്യാത്മികമായ അനുഷ്ഠാനങ്ങളിലും സാധനകളിലും പുരോഗതി പ്രാപിക്കട്ടെ. എന്നിട്ട് ഇതിന്റെയെല്ലാം അവസാനം, പ്രഭോ, ഞങ്ങൾ ശ്രമിക്കുന്ന ഫലം നേടുവാൻ ഞങ്ങളുടെ മുമ്പിൽ അങ്ങയുടെ സാന്നിധ്യവും ദർശനവും അനുവദിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചാലും. ഇതിനിടയിൽ സുതീക്ഷ്ണൻ എന്നുപേരായ മഹർഷി രാമന്റെ രാമപാദങ്ങളിൽ പ്രണമിച്ചു. പ്രസിദ്ധനായ അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനായിരുന്നു അദ്ദേഹം. അതുല്യനായ ഭക്തൻ. രാമന്റെ നേരെയുള്ള പ്രേമത്താൽ പരിപൂർണമായിരുന്നു അദ്ദേഹത്തിന്റെ ഹൃദയം. രാമൻ ആ ഭക്തനെ അനുഗ്രഹിക്കുന്നതിനെക്കുറിച്ചുള്ള വിവരണമാണ് ഇതിന്റെ സംഗ്രഹം താഴെ നൽകുന്നു. ദൃഢവിശ്വാസം, സ്നേഹം, പ്രേമം കൊണ്ട് മാത്രം ഈശ്വരനെ നേടാൻ കഴിയുമെന്ന കാര്യത്തിൽ ആ ഭക്തന് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. രാമനല്ലാതെ മറ്റൊരു രൂപത്തെയും തന്റെ മനസ്സിന് ചിന്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ദർശനം നഷ്ടപ്പെടുമെന്ന ഭയത്താൽ അദ്ദേഹം കണ്ണു ചിമ്മാതെ രാമനെ നോക്കിനിന്നു. രാമനെ കണ്ട മാത്രയിൽ അദ്ദേഹത്തിന്റെ ഹൃദയം ഉരുകി. ആരാധനയും സ്നേഹവും രൂപമില്ലാത്ത പരമാത്മാവിനെ ആരാധിക്കുന്നതിനേക്കാൾ തന്റെ മുന്നിലുള്ള രാമന്റെ രൂപത്തെ സ്നേഹിക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. സേവനവും സ്നേഹവും നിറഞ്ഞ ആരാധനയേക്കാൾ ഫലപ്രദമായ മറ്റൊന്നില്ലെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ആനന്ദത്തിൽ ലയിക്കുന്നു. ആനന്ദത്തിൽ അദ്ദേഹം അറിയാതെ നൃത്തം ചെയ്യുകയും കണ്ണുനീർ വാർക്കുകയും ചെയ്തു. ഇത് കണ്ട് ആളുകൾ അദ്ദേഹത്തിന് ഭ്രാന്താണെന്ന് കരുതി. എന്നാൽ ആ മഹർഷിയുടെ അവസ്ഥ രാമന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. രാമൻ അദ്ദേഹത്തെ ചേർത്തുപിടിച്ച് ആശ്വസിപ്പിക്കുകയും സ്നേഹപൂർവ്വം സംസാരിക്കുകയും ചെയ്തു.
സമാധി. രാമന്റെ കരങ്ങൾ സ്പർശിച്ചപ്പോൾ ആ ഭക്തൻ സമാധിയുടെ പരമമായ അവസ്ഥയിലെത്തി. താൻ എവിടെയാണെന്ന ബോധം നഷ്ടപ്പെട്ട് അദ്ദേഹം ഒരു പാവയെപ്പോലെയായി. രാമൻ അദ്ദേഹത്തെ തിരികെ ബോധാവസ്ഥയിലേക്ക് കൊണ്ടുവരികയും ഉണർന്ന ഉടൻ തന്നെ അദ്ദേഹം രാമപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കുകയും ചെയ്തു. അദ്ദേഹം ശിരസ്സിനു മുകളിൽ കൈകൾ കൂപ്പി തന്റെ ആനന്ദം പ്രകടിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, പ്രഭോ, മനുഷ്യൻ പെട്ടുപോയ വ്യാമോഹമാകുന്ന മഹാവനത്തെ നശിപ്പിക്കുന്ന അഗ്നിയാണ് അവിടുന്ന്. സഹജങ്ങളായ നമ്മുടെ ഹൃദയകമലങ്ങൾ സുന്ദരമായും സുരഭിലമായും വിടർത്തുന്ന സൂര്യബിംബവും അവിടുന്ന് തന്നെയാണ്. അവിടുന്ന് രാക്ഷസജലസമൂഹത്തെ നശിപ്പിക്കാൻ വന്ന മൃഗരാജാവാണ്. സുഖദുഃഖങ്ങളാകുന്ന ആവർത്തനചക്രത്തിൽ നിശബ്ദം പറന്നുവന്ന് ജനിക്കുകയും അതേവിധം ജീവിതത്തിൽ നിന്നും പറന്നുപോവുകയും ചെയ്യുന്ന പക്ഷിയെ വേട്ടയാടി നശിപ്പിക്കാൻ വന്ന പരുന്താണവിടുന്ന്. പ്രഭോ, അവിടുത്തെ മിഴികൾ താമരപോലെ മനോഹരങ്ങളാണ്. ഉജ്ജ്വലമായി പ്രകാശിക്കുന്ന ഈ രൂപത്തിന്റെ രമണീയത പൂർണ്ണമായും പാനം ചെയ്യാൻ എന്റെ 2 കണ്ണുകൾക്കും സാധ്യമല്ല. സീതയുടെ കണ്ണുകളാകുന്ന ചകോരയുഗ്മത്തെ അത്യാനന്ദത്താൽ പരവശപ്പെടുത്താൻ ശീതളപ്രകാശം പൊഴിക്കുന്ന ചന്ദ്രനാണ് അവിടുന്ന്. മഹർഷിമാരുടെ ഹൃദയങ്ങളിൽ പ്രശോഭിക്കുന്ന സരസ്സുകളിൽ ദിവ്യഹംസത്തെപ്പോലെ അവിടുന്ന് സോല്ലാസം നീന്തിക്കളിക്കുന്നു. സംശയാലുക്കളുടെയും അവിശ്വാസികളുടെയും മനസ്സിൽ വളർന്നുവരുന്ന സർപ്പങ്ങളെ പിടിച്ചു ഭക്ഷിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ഗരുഡനാണവിടുന്ന്. ആ നേത്രങ്ങളിൽ നിന്നും ഒരു ചെറിയ നോട്ടം ചെന്നു പതിച്ചാൽ എല്ലാ ക്രൂരങ്ങളും കുഴപ്പങ്ങളും വിപത്തുകളും വെന്തു വെണ്ണീറാവും. ഈ രീതിയിലും മറ്റു പലവിധത്തിലും അദ്ദേഹം രാമനെ സ്തുതിച്ചു. ഇതിനായി ലഭിച്ച അവസരത്തെപ്പറ്റി വളരെ സന്തോഷിക്കുകയും ചെയ്തു. തന്റെ പ്രഭുവിനെ നോക്കി അവിടുത്തെ പ്രതിരൂപം മനസ്സിൽ മുദ്രിതമാക്കുന്നതിനും അദ്ദേഹം ഈ അവസരം ഉപയോഗിച്ചു. സമയം കടന്നുപോകുന്നതിനെപ്പറ്റിയോ ശരീരത്തിന്റെ ആവശ്യങ്ങളെപ്പറ്റിയോ അദ്ദേഹത്തിന് ഒരു ബോധവുമുണ്ടായിരുന്നില്ല. രാമന്റെ പ്രഭാവത്തെ നോക്കി പാനം ചെയ്യുമ്പോൾ അദ്ദേഹം ഒരിക്കൽ പോലും കണ്ണിമയ്ക്കുകയുണ്ടായില്ല. രാമൻ കുറേനേരം അദ്ദേഹത്തെ സൂക്ഷിച്ചു നോക്കി. അനന്തരം അദ്ദേഹത്തെ പിടിച്ചയർത്തി കൈ ചുമലിൽ വെച്ച് രാമൻ പറഞ്ഞു, സുതീക്ഷ്ണ, അങ്ങ് എല്ലാ സദ്ഗുണങ്ങളാലും സമ്പൂർണനാണ്. അങ്ങ് ആഗ്രഹിക്കുന്നതെന്തായാലും അതെന്നോടാവശ്യപ്പെട്ടോളൂ. അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ ഞാൻ അങ്ങയെ അനുഗ്രഹിക്കാം. മഹർഷി മറുപടി പറഞ്ഞു, ദുഃഖിതരുടെ ബന്ധുവും സുഹൃത്തുമായ ഭഗവൻ, എന്റെ ആഗ്രഹമിതാണ്. സീതാലക്ഷ്മണ സംയുക്ത നായി എന്റെ ഹൃദയത്തിന്റെ അഗാധതലത്തിൽ എന്നും നിവസിച്ചാലും. രാമൻ പറഞ്ഞു, അങ്ങനെയാവട്ടെ. അനന്തരം ഒരു സുഹൃത്ത് എന്ന നിലയിൽ അദ്ദേഹത്തോടൊപ്പം രാമൻ അഗസ്ത്യാശ്രമത്തിനു അഭിമുഖമായി നടന്നു. സീതയും ലക്ഷ്മണനും അവരെ പിന്തുടർന്നു. അല്പം നടന്നുകഴിഞ്ഞപ്പോൾ അടുത്തായൊരു നദീപ്രവാഹത്തിന്റെ കളനാദം കേട്ടു. അവർ അങ്ങോട്ടു നടന്നു. നദിയിലെ ഒഴുകുന്ന ജലത്തിന്റെ ഒരു ഭാഗത്തായി ഒരു പർവ്വതശീഖരം അവർ കണ്ടു. അതിന്റെ മധ്യത്തിൽ മനോഹരങ്ങളായ പൂങ്കാവനങ്ങളുമുണ്ടായിരുന്നു. സുരഭില പുഷ്പങ്ങളുടെ പരവതാനി ഒരു വാബീമധ്യത്തിൽ വികസിതരൂപത്തിൽ പ്രശോഭിക്കുന്ന താമര പോലെ അഗസ്ത്യന്റെ മനോഹരമായ ആശ്രമവും കാണപ്പെട്ടു. ആ രംഗത്തിന്റെ അതിവിശിഷ്ടമായ മനോഹാരിത വർണ്ണിക്കുന്നതിൽ വാക്കുകൾ പരാജയപ്പെടുകയുള്ളൂ. സീതയും രാമനും ലക്ഷ്മണനും അല്പനിമിഷങ്ങളോളം അതിന്റെ മോഹനമായ ഗാംഭീര്യം കണ്ട് അത്ഭുതസ്തബ്ധരായി നിന്നു. അത്രയും ആശ്ചര്യജനകമായ വിധം ആധ്യാത്മിക പ്രഭാവമുള്ളതായിരുന്നു അന്തരീക്ഷം. അവിടെ പ്രകൃത്യാ പരസ്പരം ശത്രുതമുണ്ടായിരുന്ന ജീവികൾ, ജലജീവികളും കരജീവികളും പക്ഷികളും ഭയത്തിൽ നിന്നും പരസ്പര ശത്രുതയിൽ നിന്നും വിമുക്തരായി അന്യോന്യം കളികളിലേർപ്പെട്ട് ഒന്നിച്ചു ജീവിക്കുകയായിരുന്നു. നദീതടത്തിൽ അനേകം സന്യാസിമാരും തപസ്സികളും ധ്യാനനിമഗ്നരായി സ്ഥിതി ചെയ്യുന്നത് കാണാൻ കഴിഞ്ഞു. അവർ ആശ്രമത്തിന്റെ അടുത്തെത്തിയപ്പോൾ ആ സന്തോഷവാർത്ത ഗുരുവിനെ അറിയിക്കുന്നതിനായി സുതീക്ഷ്ണൻ മുന്നോട്ടുടി. അദ്ദേഹം ഗുരുപാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ടു പറഞ്ഞു, ഹാ മഹാഗുരോ, കാരുണ്യത്തിന്റെ മൂർത്തിമന്താവമേ, അയോധ്യയിലെ രാജകുമാരൻ, പ്രപഞ്ചത്തെ മുഴുവൻ നിലനിർത്തുന്ന ആ രാമൻ സീതയോടും ലക്ഷ്മണനോടും കൂടി നമ്മുടെ ആശ്രമത്തിൽ ആഗതനായിരിക്കുന്നു. രാപ്പകൽ വ്യത്യാസമില്ലാതെ ആധ്യാത്മിക സാധനകൾ കൂടി അനേകവർഷമായി അങ്ങറിയാനും ദർശിക്കാനും അന്വേഷിക്കുന്ന അനേകവർഷമായി അങ്ങയുടെ അടുത്തേക്കു വരുന്നു. ഹാ, എന്തു മഹത്തായ വിശിഷ്ടദിനമാണിന്ന്! എന്തു മഹാഭാഗ്യം! സുതീക്ഷ്ണൻ അമേയമായ ഹർഷോന്മാദത്താൽ നിമഗ്നനായി. അഗസ്ത്യൻ പെട്ടെന്നെഴുന്നേറ്റ് പുറത്തേക്ക് ബന്ധപ്പെട്ടു നടന്നു. അവർ മൂവരും തന്റെ അടുത്തേക്ക് വരുന്നത് അദ്ദേഹം കണ്ടു. അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നും ബാഷ്പം ഒഴുകി വീണു. സ്വാമി, സ്വാമി എന്നൂരിക്കെ വിളിച്ചുകൊണ്ട് അദ്ദേഹം ഓടിച്ചെന്നു. അദ്ദേഹത്തിന് രാമനെ മാറോടണച്ചുപിടിച്ചു. രാമനെ ആശ്ലേഷിക്കാൻ അദ്ദേഹത്തിന് മനസ്സുണ്ടായിരുന്നു. ഭുജങ്ങളെക്കൊണ്ട് രാമനെ ചുറ്റിപ്പിടിച്ച് മരത്തടിയിലെ വള്ളിയെന്ന പോലെ രാമനോട് ചേർന്നു നിന്നു. രാമനെയും സീതയെയും ലക്ഷ്മണനെയും തന്റെ ആശ്രമത്തിലേക്ക് നയിക്കുമ്പോൾ ഉള്ളില് നിറഞ്ഞുയർന്ന ആനന്ദം അടക്കി നിർത്താന് അദ്ദേഹം പണിപ്പെട്ടു. ഉയർന്ന ആസനങ്ങളിലേക്ക് അവരെ ആനയിച്ചു. അവിടെ വിശ്രമിക്കാൻ അദ്ദേഹം അവരെ ക്ഷണിച്ചു. മധുരമായ ഫലമൂലങ്ങള് ഭക്ഷണത്തിനായി അവരുടെ മുമ്പില് വെച്ചു.
അനന്തരം അവരുടെ യാത്രയെപ്പറ്റി അദ്ദേഹം അന്വേഷണം നടത്തി. തന്റെ ചോദ്യങ്ങൾക്ക് രാമന് ഉത്തരം നൽകുമ്പോൾ അഗസ്ത്യന് അഗാധമായ ആഹ്ലാദത്തോടുകൂടി അത് കണ്ണടച്ച് ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന്റെ കണ്ടങ്ങളില് കൂടി ആനന്ദബാഷ്പം ഒഴുകി. വിശിഷ്ടമായൊരു മന്ദഹാസം അദ്ദേഹത്തിന്റെ മുഖത്ത് കളിയാടിയിരുന്നു. ഒടുവില് അദ്ദേഹം സംസാരിച്ചു. സ്വാമി, എന്നേക്കാള് അനുഗ്രഹീതന് മറ്റാരുമില്ലെന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു. ഭഗവാന് ശ്രീനാരായണ തന്നെ എന്റെ അടുത്ത് വന്നിരിക്കുന്നു. ഭഗവാന് എന്റെ ആശ്രമത്തില് ഇരിക്കുന്നു. ഇതു സത്യമാണോ അതോ സ്വപ്നമാണോ? അല്ല, ഇത് വ്യക്തമായും അനുഭവപ്പെട്ട ഒരു വസ്തു തന്നെയാണ്. അദ്ദേഹം കൃതജ്ഞതയും ഭക്തിയും നിറഞ്ഞ വാക്കുകളില് തന്റെ ആനന്ദം പ്രകാശിപ്പിച്ചു. രാമന് പറഞ്ഞു, ഓ സന്യാസിമാരില് ചക്രവർത്തിയായുള്ള ഋഷേ, എനിക്ക് അങ്ങയിൽ നിന്നും ഒന്നും ഒളിച്ചുവെക്കാനില്ല. ഞാൻ എന്തിനാണ് വനത്തിലെത്തിയതെന്ന് അങ്ങേക്കറിയാം. മഹർഷിമാരുടെയും സന്യാസിമാരുടെയും തപസ്സുകള് തടസ്സപ്പെടുത്തുന്ന രാക്ഷസന്മാരെ കൂട്ടത്തോടെ നശിപ്പിക്കാന് എനിക്കെങ്ങനെയാണ് കഴിയുക എന്നും ഈശ്വരന് സമർപ്പണം ചെയ്തിട്ടുള്ള സേവകന്മാരെ ആപത്തിൽ നിന്നും എങ്ങനെയാണ് രക്ഷപ്പെടുത്തേണ്ടതെന്നോ എങ്ങോട് നിർദ്ദേശിച്ചാലും അപ്രകാരം ചെയ്തുകൊള്ളാം. ഞാന് അങ്ങയുടെ ഉപദേശം കാത്തിരിക്കുകയാണ്. ശൈത്യം കൂടുതലുള്ള ഹേമന്തകാലത്ത് താമരകള് സങ്കോചിച്ച് നശിക്കുന്നു. രാക്ഷസന്മാരെ സങ്കോചിപ്പിച്ച് നശിപ്പിക്കേണ്ട കാലം ആസന്നമായിരിക്കുന്നു. രാമന്റെ വാക്കുകള് കേട്ട് അഗസ്ത്യന് പുഞ്ചിരിക്കൊണ്ട് പറഞ്ഞു, സ്വാമി, അങ്ങ് സർവജ്ഞനാണ്. എങ്ങനെയെന്ന് എന്നെക്കൊണ്ട് പറയിക്കേണ്ട ആവശ്യമെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങ് എന്നെ അനുഗ്രഹിക്കുകയാണോ പരീക്ഷിക്കുകയാണോ?